അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദുബായ്. ലാസ്റ്റ് ടൈം നമ്മൾ കാസർഗോഡ് നിന്നാണ് കണ്ടത് അല്ലേ, അക്കര ഫൗണ്ടേഷൻ. ഓക്കെ, ദുബായിലേക്ക് ആദ്യമായിട്ട് വരുന്നതാ? ആദ്യമായിട്ടാണ് ദുബായിലേക്ക് ആദ്യമായിട്ടാണ്. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? നൈസ്. ഓക്കെ, എന്തായിരുന്നു മെയിൻ അജണ്ട ദുബായിലേക്ക് വരാൻ? ആക്സസിബിലിറ്റി എക്സ്പോ എക്സ്പ്ലോർ ചെയ്യുക. ലാസ്റ്റ് വീക്ക് നടന്നു ഒരു പേപ്പർ പ്രസന്റേഷന് വേണ്ടിയിട്ട് വരുന്നുള്ളതാണ് പ്രധാനമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അക്കര ഫൗണ്ടേഷൻ കാസർഗോഡ് ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത്, കാസർഗോഡ് അങ്ങനെ ഒരു സ്ഥാപനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ വാസ് ലൈക്ക് ഒരു ചെറിയൊരു സ്ഥാപനമായിരിക്കും. പക്ഷേ വെൻ ഐ റിയലി സോ ദാറ്റ് അത് വളരെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് യാസിർ ഭായ് ഒന്ന് പറയോ? ഓക്കെ, താങ്ക് യു. നിങ്ങൾ വന്നതിലും കണ്ടതിലും സന്തോഷം. അക്കര ഫൗണ്ടേഷന് 2018 ആരംഭിക്കാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ചെയർമാനും ഫൗണ്ടറും ആയിട്ടുള്ള അബ്ദുൽ അസീസ് അക്കര, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് സെർബൽ പാൾസി ഉണ്ടാകുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പുള്ളി തയ്യാറായപ്പോഴാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഇത്തരം കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള, അതുപോലെ സെർബൽ പാൾസി ഉള്ള കുട്ടികൾക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അല്ലെങ്കിൽ അതിനൊരു തെറാപ്യൂട്ടിക് അപ്രോച്ച് ഇല്ല എന്നുള്ളത് മനസ്സിലാവും. സ്പെഷ്യൽ സ്കൂൾ ഒരുപാട് അദ്ദേഹം കണ്ടു, പക്ഷേ ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ച് ഇല്ല. അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങളിലേക്ക് പോയി, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തു. കേരളത്തിൽ ഒരുപാട് അദ്ദേഹം അന്വേഷിച്ചു, അതുപോലെ ഔട്ട് ഓഫ് ഇന്ത്യയിലും ഒരുപാട് അന്വേഷിച്ചു. അങ്ങനെയാണ് ആ ഇടക്കാണ് ഞാനും അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു, കൗൺസിലർ അല്ല, ഞാൻ മലപ്പുറത്തുകാരനാണ്, പെരിന്തൽമണ്ണയാണ് സ്വദേശം. ഞാൻ തിരൂരുള്ള ഒരു സൈക്കാട്രി ഹോസ്പിറ്റലിൽ ആണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് SV മുഹമ്മദ് അലിയായിട്ട് പരിചയപ്പെടുകയും അങ്ങനെയാണ് അസീസ് സാറിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളും അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിലുള്ള ഗ്യാപ്പ് പഠിക്കാനാണ് ആദ്യം ഫോക്കസ് ചെയ്ത്. എസ്പെഷ്യലി എൻഡോസൾഫാൻ ഇഷ്യൂമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചപ്പോൾ ഡിസബിലിറ്റിയിൽ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഏകദേശം അന്ന് ഞങ്ങളുടെ പഠനത്തിൽ 35,800ഓളം ആളുകൾ കാസർഗോഡ് ജില്ലയിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ട് ഗവൺമെൻറ് കണക്കിലുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻഡോസൾഫാൻ വിക്ടിംസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നതിൽ നിന്നാണ് അക്കര ഫൗണ്ടേഷൻ്റെ ഓരോരോ ആക്ടിവിറ്റീസുകൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അന്ന് ആദ്യഘട്ടത്തിൽ 2018 തുടങ്ങുന്നത് പാലിയേറ്റീവ് ഹോം കെയർ ആയിട്ടാണ്. എസ്പെഷ്യലി അതിൻ്റെ റിസർച്ചും ഫൈൻഡിങ്സും ഉള്ളത് ഈ എൻഡോസൾഫാൻ ഇഷ്യൂത്തിൽ NHRC പോലുള്ള ഒരുപാട് ഏജൻസികൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് പാലിയേറ്റീവ് ഹോം കെയറാണ്. ആ പാലിയേറ്റീവിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഹോളിസ്റ്റിക് പാലിയേറ്റീവ് ആണ്, അതായത് ഫിസിയോതെറാപ്പിസ്റ്റ് ഹോം കെയർ, നഴ്സസ് ഹോം കെയർ, സൈക്കോളജിസ്റ്റ് ഹോം കെയർ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് അവിടെ അതിൽ ഫോക്കസ്. അപ്പോൾ ഇപ്പോൾ എൻഡോസൾഫാൻ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു എൻഡോസൾഫാന് മുകളിൽ കുറേ കാര്യങ്ങൾ കൂടെ ഇപ്പോൾ അക്കര ഫൗണ്ടേഷൻ ഇൻവോൾവ് ആണ്. എന്തൊക്കെ ഏരിയാസ് ആണ്? തീർച്ചയായിട്ടും ഡിസബിലിറ്റി എന്ന ഒരു സ്പാനിലാണ് ഇപ്പോൾ അക്കര ഫൗണ്ടേഷൻ ഫോക്കസ് ചെയ്യുന്നത്. 21 ഡിസബിലിറ്റീസ് ആണ് RPW ആക്ട് പ്രകാരം ഇന്ത്യയിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ആണ്. സെർബൽ പാൾസി, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എല്ലാം. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഏർലി ഇന്റർവെൻഷൻ ആണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വളരെ നേരത്തെ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് ഇന്റർവെൻഷനുകൾ കൊടുക്കുക. ഇന്റർനാഷണൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏർലി ഇന്റർവെൻഷനാണ് എല്ലാ സ്ഥലത്തും പറയുന്നതാണെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഏർലി ഇന്റർവെൻഷൻ ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളും പിന്നെ അതേപോലെ ഏർലി ഇന്റർവെൻഷൻ ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമോ? ഏർലി ഇന്റർവെൻഷൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം മുതൽക്ക് തന്നെ നമുക്ക് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബർത്തിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 3 മന്ത്സിന്റെ ഇതിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ 3-5 വയസ്സിൻ്റെ ഉള്ളിൽ ഏത് ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് ആവട്ടെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ ആണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇത് വളരെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ആ കുട്ടിയുടെ മൊബിലിറ്റിയാണ്. ആ കുട്ടിക്ക് തടസ്സമില്ലാതെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻറ്റ് മൊബിലിറ്റി, ചലിക്കാനും യാത്ര ചെയ്യാനും നടക്കാനും സാധ്യമാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നമ്മുടെ അവിടെ സ്കൂളിംഗ് ആണ്. സാധാരണ സ്കൂളിലേക്ക്, ഇൻക്ലൂസീവ് മോഡൽ സ്കൂളിലേക്ക് ആ കുട്ടിയെ എത്തിക്കാൻ പറ്റും. അത് വെദർ ഇറ്റ് ഈസ് ഓട്ടിസം ആവട്ടെ, സെർബൽ പാൾസി ആവട്ടെ, ഡെവലപ്മെന്റൽ ഡിലേ ആവട്ടെ, എന്ത് കണ്ടീഷൻ ആണെങ്കിലും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സാധാരണ സമൂഹത്തിലേക്ക് സുഖമായിട്ട് ഇഴുകിച്ചേരാൻ സാധ്യമാകുക എന്നുള്ളതാണ് ഏർലി ഇന്റർവെൻഷൻ്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തത്, ഏർലി ഇന്റർവെൻഷൻ നടന്നില്ലെങ്കിൽ ഉണ്ടാവുന്നത് പെയിന് കൂടുക, സെർബൽ പാൾസിൽ കോൺട്രാക്ചേഴ്സ് വരിക, സ്റ്റിഫ്നെസ് വരിക, ഇത്തരം കുറേ കാര്യങ്ങൾ.
അപ്പോൾ ഇതൊക്കെ കുറക്കാനും അതൊക്കെ എത്രയും നേരത്തെ തന്നെ ഡീൽ ചെയ്യാൻ ഏറ്റവും നല്ലത് ഏർലി ഇൻ്റർവെൻഷൻ ആണ്. ഏർലി ഇൻ്റർവെൻഷൻ നമ്മൾ കൊടുക്കുന്നത് ഫിസിയോതെറാപ്പിയാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്പീച്ച് തെറാപ്പിയാണ്. പിന്നെ നമ്മൾ ബിഹേവിയർ തെറാപ്പിയാണ്. മൂന്നാമത് ഒക്കുപേഷൻ തെറാപ്പിയാണ്. 3 വയസ്സിന് ശേഷം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, IEP, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ്. അത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് സ്കൂളിലേക്ക് കുട്ടികൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രീ സ്കൂൾ കപ്പാസിറ്റി, അതുപോലെ സ്കൂളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് എഡ്യൂക്കേഷൻ കപ്പാസിറ്റി കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് അക്ര ഫൗണ്ടേഷനിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഡേ സ്കോളേഴ്സ് ആണോ അല്ല അവിടെ റെസിഡൻഷ്യൽ ആയിട്ട്? റെസിഡൻഷ്യൽ അല്ല, ഡേ സ്കോളേഴ്സ് ആണ്. എല്ലാ ദിവസവും രാവിലെ വരുന്നു, വൈകുന്നേരം അവരുടെ തെറാപ്പി കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. എത്ര കുട്ടികൾ നിങ്ങളിപ്പോൾ ആ ഒരു ലെവലിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ടാവും? ഒരു ദിവസം ഒരു 200-250 കുട്ടികൾ ഡയലി അക്ര ഫൗണ്ടേഷൻ സ്കൂളിലേക്ക് വരുന്ന ഒരു അതേ കപ്പാസിറ്റിയിൽ തന്നെ വരുന്നു. അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫ് നമ്മൾക്ക് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വേറെ ഒരു മേജർ ഒരു ഏരിയ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് നമ്മളെല്ലാ വീട്ടിലും പ്രായമുള്ള ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്നു, എല്ലാവരും മക്കൾ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഏബിളായിട്ടുള്ള മക്കൾ ഏർണിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇപ്പോൾ ദുബായിലെ പോലത്തുള്ള സ്ഥലത്തൊക്കെ വന്ന് ജീവിക്കുന്നു. പക്ഷേ ഇവർക്ക് ഈ ഒരു അസിസ്റ്റഡ് ലിവിങ്ങിനുള്ള എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട്സോ അല്ല അതിന് എന്തെങ്കിലും കുറിച്ചിട്ട് അക്ര ഫൗണ്ടേഷൻ ആലോചിക്കുന്നുണ്ടോ, അല്ല കുട്ടികളിലേക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ഫോക്കസാണോ ഉള്ളത്? ഇല്ല, ഞങ്ങൾ 2023 വരെ കുട്ടികളിൽ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ പാലിയേറ്റീവിൽ അഡൾട്ട് നമുക്ക് പാലിയേറ്റീവ് ഹോം കെയറിൽ മാത്രമേ ചിന്തിച്ചു. പക്ഷേ 2023 ശേഷം നമ്മൾ അവരുടെ വൊക്കേഷണൽ ഏരിയ, സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ അഡ്വക്കസി, ഇത്തരം മേഖലയിലൊക്കെ ഞങ്ങൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഞങ്ങൾ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗമാണ് സാറ് പറഞ്ഞ അസിസ്റ്റഡ് ലിവിങ് എന്ന് പറയുന്നത്. ഞങ്ങൾ പാലിയേറ്റീവ് ഹോം കെയറിൽ പോകുമ്പോൾ ഇത് ഞങ്ങൾക്ക് വളരെ മേജറായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നോക്കാൻ ആളില്ലാത്ത, എന്നാൽ പേഴ്സൺസ് ഡിസബിലിറ്റിയാണ്, ഏജ് കൊണ്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആയ ആളുകളുണ്ട്, പിന്നെ ആക്സിഡൻറ്റ് കൊണ്ട് ഇങ്ങനെ കിടപ്പിലായിട്ടുള്ള ആളുകൾ, സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ട്, അതുപോലെ അഡൾട്ട് വിത്ത് ഡിസബിലിറ്റീസ്, കൈൻഡ് ഓഫ് CP, അതർ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള അഡൾട്ട് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവർക്ക് സ്വന്തമായിട്ട് ലിവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയും ഒരു ഡിപ്പെൻഡൻസി അവർക്ക് വേണം. അതായത് ഒരു ആക്സസിബിൾ വീട് പോസിബിൾ അല്ല. വളരെ കുറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കഴിഞ്ഞൊരു 8 വർഷത്തിനിടയ്ക്ക് ഒരു 5-ൽ കൂടുതൽ ആക്സസിബിൾ ഹോം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് ഫൈനാൻഷ്യലി വയബിലിറ്റി ഉള്ള ആളുകൾ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് വീൽ ചെയറിൽ പിടിച്ചു വെച്ചാൽ പോരെ, പുറത്തേക്ക് വെച്ചാൽ പോരെ, ഒരു റാമ്പ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് റാമ്പ് സെറ്റ് ചെയ്യാൻ പോലും ആളുകൾ അത്തരം ലെവലിലേക്ക് അവയർനെസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ. അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളെ പോലത്തുള്ള കമ്പനീസൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എങ്ങനെയാണ് ഈ നോളജ് ഷെയർ ചെയ്യുക, ഞങ്ങൾക്കുള്ള നോളജ് എങ്ങനെയാണ് നിങ്ങളെപ്പോലെ ഉള്ള പബ്ലിക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഞങ്ങളുടെ പബ്ലിക് ഇൻട്രാക്ഷൻസ് കുറവാണ്, നിങ്ങൾ പബ്ലിക് ഇൻട്രാക്ഷൻസ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജോയിൻ്റായിട്ട് ആ എഫർട്ട് എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ നോളജ്, ഇപ്പം ഞങ്ങൾക്കുള്ള നോളജ് അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിൽ മാറ്റം വരില്ലേ? തീർച്ചയായിട്ടും. എസ്പെഷ്യലി ക്വാളിറ്റി ഓഫ് ലൈഫ്, നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങണം. അതായത് ലക്ഷറിയിലല്ല, പ്രൊഡക്ടിവിറ്റിയിലല്ല. നമ്മൾ പലപ്പോഴും ആളുകളൊക്കെ ഈ പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ വേൾഡിൽ പ്രൊഡക്ടിവിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്ത് കിട്ടും, ഇത് ചെയ്താൽ, ഈ വീൽ ചെയർ മേടിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. അതേസമയം ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടിക്കഴിഞ്ഞാൽ അത് പലതിലും ഇമ്പാക്റ്റ് ചെയ്യും. ആ ഒരു കുടുംബത്തിൻ്റെ തന്നെ പെയിന്, ഇൻറ്റേർണൽ പെയിന്, എക്സ്റ്റേണൽ പെയിന്, വെൽബീയിങ്, ആളുകളുടെ ഇൻ്ററാക്ഷനുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഇൻക്ലൂസിവിറ്റി, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫങ്ഷണൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു എലിമെന്റിലേക്കും കൂടെ ആൾക്കാർ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം നമ്മൾ നോക്കുന്നത് കൂടുതലും ലക്ഷറി ലിവിങ്. അപ്പോൾ ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള, ഏറ്റവും കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് പൊതുവെ കാണുമ്പോൾ ഒരു നല്ല ഇത് തോന്നുക എന്നുള്ള ഒരു രീതിയിലാണ്. അത് മാറിയിട്ട് ഫങ്ഷണലി ഉള്ള, നമ്മളെ ഏബിളാക്കുന്ന, നമ്മളുടെ എസ്തറ്റിക്കലായിട്ട് നന്നായിട്ട് കാണുന്നതും പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ വാല്യൂ ആഡ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ഡിസൈന് അല്ലെങ്കിൽ അഡാപ്റ്റബിൾ ഹോം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ജനറേഷനിൽ കുറേയും കൂടെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിൽ, അസിസ്റ്റഡ് ലിവിങ്ങിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ തീർച്ചയായിട്ടും അതായത് UNCRPD എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്, UN കൺവെൻഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. അതിൽ യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്.
യൂണിവേഴ്സൽ ഡിസൈൻ. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാത്തിനെയും ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലായിടത്തും എത്താവുന്ന തരത്തിലായിരിക്കണം കൺസ്ട്രക്ഷൻ ആവട്ടെ, വെഹിക്കിൾ ആവട്ടെ, എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും അതിലായിരിക്കണം എന്നുള്ളത്. ഈവൻ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ പോലും അതിൽ അവിടെയാണ് യൂണിവേഴ്സൽ ഡിസൈൻ വരുന്നത്. അപ്പോൾ അത് ലേണിങ്ങിലുണ്ട്, ആക്സസിബിലിറ്റിയിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്, ടെക്നോളജിയിലുണ്ട്, എല്ലാ ഭാഗങ്ങളിലും കാറിലും വെഹിക്കിളിലും എല്ലാം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെത്തഡോളജി എത്രത്തോളം നമുക്ക് അവയർനെസ് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ സാധനം നമുക്ക് നടക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ആക്സിഡന്റ് ഒരുപാട് ചെറുപ്പക്കാർ ആക്സിഡന്റ് ആയിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബ്രെഡ് വിന്നേഴ്സ് എന്നുള്ള രീതിയിൽ അവർ സിസ്റ്റത്തിന് പുറത്താകുമ്പോൾ ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഒരുപാട് എക്കണോമിക്കൽ ലോസും, അപ്പോൾ അവരെ തിരിച്ചും അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ട്, അപ്പോൾ അതിലേക്കുള്ള ഒരു അസിസ്റ്റഡ് ലൈവ്ലിഹുഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മാർഗം, ഇതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ യൂറോപ്പിലും ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ മോഡലിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ഗുണങ്ങൾ അവിടെ അതുപോലത്തെ ഉള്ളതിൽ അക്കര ഫൗണ്ടേഷൻ്റെ എന്തായിരിക്കും ഒരു റോള് വരിക? തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ ചെറിയ ഒരു സ്റ്റാർട്ടിങ് ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഈ ആക്സിഡൻറ്റ് കൊണ്ട് ആയിട്ടില്ല. കാരണം അവർ ഒന്ന് പക്ഷേ നല്ല ഷോപ്പ് റൺ ചെയ്തിട്ടുണ്ടാവും, നല്ല ബിസിനസ് ചെയ്തിട്ടുണ്ടാകും, അതുപോലെ ചിലപ്പോൾ നല്ല വെഹിക്കിൾ ഓടിച്ചിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ആക്സിഡൻറ്റോട് കൂടിയിട്ടോ മറ്റോ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ വന്നതോട് കൂടി അവർ മൊത്തം ഡൗൺ ആയിട്ടുണ്ടാവും. പിന്നെ അവർ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ചിന്തകളിലേക്ക് മാത്രം ആലോചിക്കുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ടുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് EDP എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തു, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഞങ്ങളുടെ എംപ്ലോയബിലിറ്റീൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളത് ചെയ്തത്. അപ്പോൾ അതിൽ ഇതുപോലെ ഇങ്ങനെ വളരെ ശുഷ്കമായി ചിന്തിച്ചിരുന്ന ഒരാൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനുള്ള ചിന്തകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. അയാൾ അങ്ങനത്തെ ബിസിനസ് നടത്തിയ ആളായിരുന്നു. ഇപ്പം മൂപ്പര് ഈ പറയുന്ന വീട്ടിലെ അക്സസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. അതുപോലെ മൂപ്പരുടെ ഒരു സീഡ് ഫണ്ടിങ് ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് കൊടുക്കാൻ പറ്റി. അപ്പോൾ മൂപ്പരുടെ ബിസിനസ് ലാർജ് സ്കെയിലിൽ കൊണ്ടുപോവുകയും എല്ലായിടത്തേക്കും എത്തി ബിസിനസ് നടത്തുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക്, ലെവ്ലിഹുഡിലേക്ക് ആക്സസിബിലിറ്റി ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ചിന്തകളെ ഉയർന്ന് ബിഗ് ഡ്രീംസ്, ഫിസിക്കൽ ലിമിറ്റേഷൻ ഉള്ളവർക്ക് പറ്റാത്തതല്ല ബിഗ് ഡ്രീംസ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബ്രിഡ്ജ് ഗ്രൂപ്പിനെ പോലത്തെ ഒരു കമ്പനിയുടെ ഒരു ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇതിനുള്ള എക്യുപ്മെന്റ് നീഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ അടുത്തുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എങ്ങനെ, അപ്പോൾ ഇപ്പം നാട്ടിലുള്ള ഒരു ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു, എന്തായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഉള്ള ഗ്രോത്ത് എന്ന് നിങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങളെപ്പോലത്തെ ഒരു കമ്പനിക്ക് എന്ത് വാല്യൂ അഡീഷനാണ് കൊണ്ടുവരാൻ പറ്റുകയെന്നും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ കുറേയും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു. കാരണം ഞാനിപ്പോൾ ബ്രിഡ്ജുവേൽ വന്നു, അപ്പോൾ നമ്മുടെ എക്സ്പോയിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഞാൻ കണ്ടു. ഇവിടെ ബ്രിഡ്ജ് കമ്പനിയിൽ വന്നപ്പോൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കണ്ടു. ഓരോ എക്യുപ്മെൻറ്റ്സ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കണ്ട ആളുകളിൽ എത്രത്തോളം ചേഞ്ചസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ചെയ്യാണ്ട്. നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ദുബായിലൊക്കെയാണ് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ അവയർനെസ് വളരെ കുറവാണ്. ഇത് കൂടുതലേക്ക് ആളുകളിൽ കൊടുക്കുകയും ഇത്തരം മോട്ടറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ആളുകളുടെ കുടുംബത്തിലും ജീവിതത്തിലും ഹോളിസ്റ്റിക് ആയിട്ടുള്ള വരുന്ന മാറ്റം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അത് അവരുടെ എല്ലാ മേഖലയിലും, ഈവൻ പെയിൻ റിലാക്സേഷൻ, ഏറ്റവും വലിയ ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഫേസ് ചെയ്യുന്ന ഒരു സാധനം പെയിനാണ്. ഉറക്കം നഷ്ടപ്പെടുന്ന, ഉറക്കത്തിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇത്തരം അസിസ്റ്റീവ് ടെക്നോളജീസ്, എസ്പെഷ്യലി നല്ല നല്ല വീൽ ചെയർസ് അവർ ഉപയോഗിക്കുമ്പോൾ, നോർമൽ വീൽ ചെയർ മാറിയിട്ട് കുറച്ചുകൂടി ടെക്നോളജി അസിസ്റ്റഡ് ആയിട്ടുള്ള വീൽ ചെയർ അവർ ഉപയോഗിക്കുമ്പോൾ പെയിൻ അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഉറക്കം അവരുടെ മെൻ്റൽ ഹെൽത്ത് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ജോലി, അവരുടെ കുടുംബം, ഇതിലൊക്കെ അവർക്ക് ക്രിയേറ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം വാല്യൂ ആഡഡുകൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങൾ സന്തോഷമായിട്ട് പറയാനുള്ളത്. വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഡിസബിലിറ്റിയിൽ ഞങ്ങൾ ഈവൻ ദോ മാട്രസസ് നാട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ മാട്രസ് ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് എത്ര എളുപ്പത്തിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന, പ്രത്യേകിച്ചും പാലിയേറ്റീവ് ലെവലിൽ അല്ലെങ്കിൽ വളരെ വീക്കായിട്ടുള്ള ആൾക്കാരെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് അവരെ ഇപ്പോൾ പ്രഷർ അൾസർ പ്രിവെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മാട്രസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിന്
അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ആലോചിച്ചിരുന്നില്ല. കാരണം വെച്ചാൽ അത് ഇന്ത്യ പോലത്തെ ഒരു മാർക്കറ്റിൽ എങ്ങനെ പോകും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അൽഹംദുലില്ലാ വി ക്യാൻ സേ ദാറ്റ് നെക്സ്റ്റ് മന്ത് ഡിസംബറിൽ ഞങ്ങൾ ഫസ്റ്റ് പ്രോജക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ് വർക്കിലാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് കുറേ റിക്വസ്റ്റ് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു സെൻറ്റർ തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ കാസർഗോഡും വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കൂടുതലും ആയിട്ട് ഞങ്ങളുടെ ഒരു ഡിസേബിൾ കമ്മ്യൂണിറ്റിക്കുള്ള അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവും. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു അഡ്വൈസും ഒരു ഗൈഡൻസും കൂടെ അതിനകത്ത് ഞങ്ങൾക്ക് വേണമെന്ന്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പാലിയേറ്റീവിൽ ഈ ബെഡ് സോർ മാനേജ്മെന്റ്, ബെഡ് സോർ വരാതിരിക്കാൻ പറ്റാവുന്ന ബെഡുകൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥകൾ വരാതിരിക്കാൻ പറ്റാവുന്ന മാട്രസുകൾ നമുക്ക് ഔട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റണമെങ്കിൽ ഭയങ്കര കാര്യമായിരിക്കും. അതാണ് ഞങ്ങളൊരു കോർ ഏരിയ ഓഫ് കോമ്പറ്റൻസ് ഇപ്പോഴും അവിടെ നാട്ടിലുള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്നതൊക്കെ വീൽ ചെയർസും ബാക്കിയുള്ള ലിഫ്റ്റിംഗ് ഡിവൈസസും പേഷ്യൻ്റ് ട്രാൻസ്ഫറും ഓരോരോ ഏരിയാസും ഉണ്ട്. കുറേ ഏരിയാസ് ഉണ്ട്. ഓരോരോ ഏരിയാസും ഞങ്ങൾ കവർ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതായാലും ഈ ചെറിയ സമയത്തിൽ വന്ന സമയം കൊണ്ട് ഞങ്ങളടുത്ത് ഇവിടെ വരാനും ഞങ്ങൾ സംസാരിക്കാനൊക്കെ കാണിച്ചതിൽ ഇതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതോടൊപ്പം തന്നെ എനിക്ക് താങ്ക് യു ബ്രിഡ്ജുവാനോട് പറയാനുള്ളത്, ബ്രിഡ്ജുവാൻ്റെ ഒരു സപ്പോർട്ടോടും കൂടിയിട്ടാണ് അക്സസിബിലിറ്റി എക്സ്പോ എനിക്കൊരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി ഞങ്ങൾ അക്ര ഫൗണ്ടേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്ന്. 1.5 വർഷമായിട്ട് ഞങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി ആ ഒരു പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ മുമ്പിൽ എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്, അതിന് ബ്രിഡ്ജുവേ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് വല്ലാത്തൊരു നോളജ് ഷെയറിംഗ് എന്നുള്ളത് ഈ പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ നോളജ് ഷെയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ചെയ്യുന്ന റിസർച്ച് അതൊരു പബ്ലിക് ഡൊമൈനിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ആ റിസർച്ചിനെ കൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഞങ്ങൾക്കറിയുന്ന നോളജ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യാന്നുള്ളതും നിങ്ങൾക്കറിയുന്ന നോളജ് ഞങ്ങൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, അതൊരു മ്യൂച്വലി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു കീ ഒപ്പീനിയൻ ലീഡേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുത്ത് അതെങ്ങനെയാണ് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്ന് അതിനൊരു ഡിസ്കഷൻ പോയിന്റ് ആക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു വാല്യുവേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു മേജർ ടാസ്ക്. അപ്പോൾ അതിൽ നിങ്ങളൊരു പേപ്പർ പ്രസൻറ്റേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ചും ആ പേപ്പറിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾഡ് അപ്രോച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ട ഒരു ടോപ്പിക്കാണ്. ആക്സസിബിലിറ്റീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രസൻ്റ് ആയിട്ടിരുന്ന ഒരു സ്പീച്ച് അതായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ വരും. തീർച്ചയായിട്ടും. താങ്ക് യു.